Kadodi Golden Diamonds, Mavur, Puvattuparambு. Ruchi Restaurant. Let the food speak. Valappil Complex, Kozhikode Road, Mavur. മാവൂരിലേക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റിന്റെ ഉദ്ഘാടനം അടുത്ത 26-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓൺലൈനായിട്ട് നിർവഹിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലം MLA ശ്രീ PTA റഹീം ഒരു പ്രാദേശിക മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഒരു വിശദീകരണം നൽകുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. താൽക്കാലികമായ ഒരു സ്ഥലം ലഭിക്കാത്തത് കൊണ്ടാണ് ആ സ്ഥലം ഏർപ്പാട് ചെയ്തു തരേണ്ട പഞ്ചായത്ത് കുറേ കാലം അത് താമസിപ്പിച്ച് മാവൂരിലെ വ്യാപാരികളുടെയും അതുപോലെ തന്നെ പരിസര പ്രദേശ പൊതുജനങ്ങളുടെയും നിരന്തരമായ ഒരു ആവശ്യമായിരുന്നു മാവൂർ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് ആരംഭിക്കുക എന്നുള്ളത്. നേരത്തെ ഗോളിയറൻസ് പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഗോളിയറൻസിനകത്ത് ഫാക്ടറി ആവശ്യത്തിനൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു. അത് അടിയന്തര ഘട്ടങ്ങളിൽ പുറത്തും ഉപയോഗിച്ചിരുന്നു എന്നല്ലാതെ ഗോളിയറൻസിന്റെ അടച്ചുപൂട്ടലിന് ശേഷം ഈ ഒരു സൗകര്യം കൂടി ഇല്ലാതായതാണ് വ്യാപാരികളെയും മറ്റും ഇതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതിനടിസ്ഥാനത്തിൽ 2016 അന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ദീപ പുലിയപ്പുറത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനമെടുത്ത് ഈ മാവൂരിലൊരു ഫയർ സ്റ്റേഷൻ അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയുണ്ടായി. അതിന് തുടർച്ചയെന്നോണം 2016 തന്നെ ഡിസംബർ മാസത്തിൽ ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാന ഗവൺമെന്റിൽ നിന്നൊരു കത്ത് ലഭിക്കുകയുണ്ടായി. മാവൂരിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ അനുവദിച്ചിരിക്കുന്നു, ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഗ്രാമപഞ്ചായത്ത് ചെയ്യണമെന്നും ഇതിലേക്കായി 25 സെന്റ് സ്ഥലം ആവശ്യമുണ്ട് എന്നും പറഞ്ഞിട്ടാണ് കത്ത്. പഞ്ചായത്ത് ഭരണസമിതി കൂടി അന്ന് ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീമതി മുനിയറത്ത് ടീച്ചറാണ്. അന്ന് ഞാൻ ആ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റാണ്. ഞങ്ങൾ യോഗം കൂടി പഞ്ചായത്തിന് സ്വന്തമായിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് തുടങ്ങാൻ സൗകര്യപ്രദമായ വേറെ സ്ഥലങ്ങളുണ്ട്, ഇതിന് അനുയോജ്യമായ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് പഞ്ചായത്തിന്റെ കൈവശത്തിലുള്ളതും മാവൂർ കോളിമാട് റോഡിൽ പഞ്ചായത്തിന്റെ ഹെൽത്ത് സബ് സെന്റർ പ്രവർത്തിക്കുന്നതുമായ ഈ 53 സെന്റ് സ്ഥലത്ത് ഉൾക്കൊള്ളുന്ന സ്ഥലത്ത് താൽക്കാലികമായി ഈ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുകയും ആ വിവരം സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. അതിന്റെ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിന്റെ പകർപ്പാണ് ഈ കാണുന്നത്. എന്നാൽ ബഹുമാന്യനായ MLA കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയിൽ പഞ്ചായത്ത് ഇതുമായിട്ട് തീരെ സഹകരിച്ചിട്ടില്ല എന്നും അതുകൊണ്ടാണ് ഇത് 10 വർഷം 2016 ഓർഡറായ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ കഴിഞ്ഞ 10 വർഷം ഭരണകക്ഷിയിലെ MLA ആയിരുന്നിട്ട് പോലും ഇത് യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹത്തിന് സാധിക്കാത്തതിന് ജാള്യത മറക്കാൻ UDF പഞ്ചായത്ത് ഭരണസമിതിക്ക് മേലെ കുറ്റം ആരോപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന ഏറ്റവും നിർഭാഗ്യകരമായി. ഏത് ഭരണം വന്നാലും മാവൂരിൽ ഇങ്ങനത്തെ സംവിധാനം വരുന്നതിൽ ഞങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതിന്റെ എല്ലാവിധ സൗകര്യങ്ങളും നമ്മളിവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഉദ്ഘാടനമുണ്ട് എന്ന് കേട്ടപ്പോൾ നാളെ 22-ാം തീയതി പഞ്ചായത്ത് പ്രസിഡന്റ് സഹസംഘം വിളിച്ചിരിക്കുന്നു, പരിസരങ്ങളൊക്കെ വൃത്തിയാക്കാൻ ആളെ വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇതെല്ലാം ഞാൻ മാത്രമാണ് ചെയ്തതെന്നും അത് മാത്രമല്ല ഇത് വൈകിയതിന്റെ ഉത്തരവാദിത്വം എന്റേതല്ല എന്നും സാങ്കേതികമായിട്ട് മാവൂര് എന്നതിന്റെ പേര് മറ്റെന്തോ സമാനമായ പേരിലേക്ക് മാറിയപ്പോൾ അത് തിരുത്താൻ 3 വർഷമെടുത്തു ഈ ഭരണകക്ഷിയിലെ MLAക്ക്. സെക്രട്ടേറിയറ്റിലെ ഒരു പ്യൂണിന് സാധിക്കുന്ന ഒരു കാര്യമാണത്. അതിന് പോലും 3 വർഷമെടുത്തതിന്റെ ജാള്യത, 10 വർഷം ഈ യൂണിറ്റ് യാഥാർത്ഥ്യമാകാൻ എടുത്തതിന്റെ ജാള്യത മറക്കാൻ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് ഈ പ്രസ്താവന. അതുകൊണ്ട് ഞങ്ങൾക്ക് മാവൂരിലെ പൊതുസമൂഹത്തിനോട് പറയാനുള്ളത് ഇത് മാവൂരിന്റെ ആവശ്യമാണ്, ഇത് യാഥാർത്ഥ്യമാകുന്ന നമുക്ക് സന്തോഷമുണ്ട്. ഇതിന്റെ തുടക്കം മാവൂർ പഞ്ചായത്ത് UDF ഭരണസമിതിയാണ് ആദ്യമായി തീരുമാനമെടുത്ത ദീപ പുലിയപ്പുറം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്, കോൺഗ്രസ് പ്രതിനിധിയായി ദീപ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്, അതിന്റെ സ്ഥലം അനുവദിച്ചത് UDFന്റെ മുനീറത്ത് ടീച്ചർ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. ഞങ്ങളൊക്കെ ഭരണസമിതിക്ക് അകത്തുണ്ടായിരുന്നു. അത് ഇതിന്റെ നിരന്തരമായി അതിനുശേഷം ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള കെട്ടിടം ആദ്യം തുടങ്ങാൻ വേണ്ടി മാവൂരിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി വലിയ എഫർട്ട് എടുത്തിട്ടുണ്ട്. അവരിതിന് തുടക്കം കുറിച്ചു. പിന്നീട് പഞ്ചായത്ത് 2.5 ലക്ഷം രൂപ വെച്ചു. പിന്നീട് അത് തയ്യാറ് വന്നപ്പോൾ വീണ്ടും 1.5 ലക്ഷം രൂപ വെച്ചു. ഇതൊക്കെ പഞ്ചായത്ത് ഭരണസമിതി വെച്ചാണ്. അതിനുശേഷം MLA ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കൂട്ടായ്മയിൽ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ അതിനകത്ത് വില കുറഞ്ഞ രാഷ്ട്രീയം കടത്തിവിട്ട് എന്താണ് MLA ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ MLA കുറെ കൂടി തുറന്ന മനസ്സോടുകൂടി ജനകീയമായി ചിന്തിക്കാൻ അദ്ദേഹം തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ വളരെ വിനയത്തോടുകൂടി പറയാനുള്ളത്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.